ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ കുത്തപ്പം, ഓട്ടപ്പം അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഞാനിവിടെ കുത്തപ്പം എന്നാട്ടോ പറയുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് തലേ ദിവസം 2 കപ്പ് പച്ചരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലോണം അടിച്ചെടുത്തിട്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതോടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലത്തെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മേലെ നിന്ന് ഇങ്ങനെ ബബിൾസ് കണ്ടില്ലേ, ഇതേപോലെ വന്ന ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കുത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ കൂടെ പിന്നെ എരിവുള്ള കറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ കുത്തപ്പം, ഓട്ടപ്പം അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഞാനിവിടെ കുത്തപ്പം എന്നാട്ടോ പറയുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് തലേ ദിവസം 2 കപ്പ് പച്ചരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലോണം അടിച്ചെടുത്തിട്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതോടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലത്തെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മേലെ നിന്ന് ഇങ്ങനെ ബബിൾസ് കണ്ടില്ലേ, ഇതേപോലെ വന്ന ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കുത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ കൂടെ പിന്നെ എരിവുള്ള കറീൻ്റെ കൂടെ ഒക്കെ